പാറുവിൻ്റെ അടുത്തൂടെ അവളെ ശ്രദ്ധിക്കാതെയാണ് ഗീത കയറിപ്പോയത്. അപ്പോഴേക്കും രവി അവരുടെ അടുത്ത് എത്തിയിരുന്നു. രവിയും പാറുവിനെ ശ്രദ്ധിക്കാതെ ഗീതയെയും കൊണ്ട് അവരുടെ റൂമിലേക്ക് കയറിപ്പോയി. പത്മാവതി വേഷം മാറ്റാൻ അവരുടെ റൂമിലേക്ക് കയറാൻ നിൽക്കുമ്പോഴാണ് പാറു പിന്നിൽ നിന്ന് ചോദിച്ചത്, അമ്മേ, ചേച്ചിക്ക് എന്തു പറ്റിയതാ? എന്താ ഡോക്ടർ പറഞ്ഞത്? അവൾ ഗർഭിണിയാണ്. പൂർണ്ണ റെസ്റ്റ് വേണമെന്നാ ഡോക്ടർ പറഞ്ഞത്. പാറുവിൻ്റെ മുഖത്ത് നോക്കാതെ അമ്മ പറഞ്ഞു. ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞതാണോ? അവൾ ആശ്ചര്യത്തോടെ ചോദിച്ചു. കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ അവർ പറയൂ. പറഞ്ഞുകൊണ്ട് അമ്മ റൂമിലേക്ക് കയറി. പിന്നെ തിരിഞ്ഞു നിന്ന് ചോദിച്ചു, നിനക്ക് വേഷം മാറ്റിക്കൂടെ? അതിന് അമ്മേ, എൻ്റെ ഡ്രസ്സ് മുകളിലെ ഇടതുവശത്തെ റൂമിലാണ് ഡ്രസ്സ് ഉള്ളത്. ആ റൂമിൽ പൊയ്ക്കോ. അമ്മ ഡോർ അടച്ചു. അവൾ മൂളിക്കൊണ്ട് മുകളിലേക്ക് കയറി. വലതുവശത്തു അറ്റത്തുള്ള റൂമാണ് രവിയുടേത്. അവിടെ നിന്ന് അവരുടെ സംസാരം വ്യക്തതയില്ലാതെ കേൾക്കാം. പാറു തൻ്റെ റൂമിലേക്ക് കയറി. വിശാലമായ റൂമാണ്. ബാത്ത് അറ്റാച്ച്ഡ് ആണ്. വാർഡ്രോബിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് ബെഡിൽ വെച്ചു. എന്നിട്ട് തൻ്റെ ആഭരണങ്ങൾ അഴിച്ച് ഷെൽഫിൽ വെച്ചു. തലയിലെ പൂവ് അഴിച്ചു മാറ്റി. മുടിയെല്ലാം മുകളിലേക്ക് ഉയർത്തി കെട്ടിവെച്ചു. സാരി അഴിച്ചു മടക്കി കട്ടിലിൽ വെച്ചു. മാറ്റാനുള്ള ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി. വേഗം കുളിച്ചു മാറ്റി ഇറങ്ങി. മാറ്റിയിട്ട ഡ്രസ്സ് അലക്കി പിഴിഞ്ഞ് ടെറസിൽ ഷീറ്റിട്ട ഭാഗത്തുള്ള അയയിൽ വിരിച്ചിട്ടു. പിന്നെ വേഗം താഴേക്ക് പോയി. അമ്മ കിച്ചണിൽ ഉണ്ടായിരുന്നു. അവളെ കണ്ടപ്പോൾ അമ്മ ഒരു കപ്പ് ചായ എടുത്തു നീട്ടി. അമ്മേ, ചായ ചേച്ചിക്കും ഏട്ടനും കൊടുക്കണ്ടേ? അവൾ ചായക്കപ്പ് വാങ്ങിക്കൊണ്ട് ചോദിച്ചു. അവൾക്കുള്ളത് രവി എടുത്തോണ്ട് പോയി. അമ്മ അവളെ നോക്കാതെ പറഞ്ഞു. അമ്മ കുടിച്ചോ? അവൾ ചോദിച്ചു. കുടിച്ചു മോളെ. പത്മാവതിക്ക് എന്തോ അവളോട് വല്ലാത്ത സ്നേഹം തോന്നി. ഇതിൻ്റെ അവസ്ഥ ഇനി എന്താവോ ആവോ. ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ ഈശ്വരാ. ഈ കുഞ്ഞിൻ്റെ ശാപം എൻ്റെ മോൻ്റെ തലയിൽ വീഴരുത്. അവർ മനമുരുകി പ്രാർത്ഥിച്ചു. രാത്രിയിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അമ്മ. അവൾ 2 ആപ്പിൾ എടുത്ത് വൃത്തിയാക്കി. ഫ്രിഡ്ജിൽ നിന്ന് പാലും പഞ്ചസാരയും എടുത്ത് ജ്യൂസ് ഉണ്ടാക്കി. 3 ഗ്ലാസ്സിൽ ഒഴിച്ച് 1 അമ്മയ്ക്ക് കൊടുത്തു. മറ്റു 2 ഗ്ലാസ്സും എടുത്ത് ട്രേയിൽ വെച്ച് മുകളിലേക്ക് കയറി. രവിയുടെ റൂം അടച്ചിരുന്നു. അവൾ ഡോറിൽ തട്ടി. രവി ഡോർ തുറന്നു. അവളെ കണ്ടതും രവി നെറ്റിച്ചുളിച്ചു. ജ്യൂസ്. അവൾ ട്രേ നീട്ടി. രവി അത് വാങ്ങി ഡോർ അടച്ചു ലോക്ക് ചെയ്തു. പാറുവിന് ഒന്നും മനസ്സിലായില്ല. പെങ്ങളെ ഇത്രയും സ്നേഹിക്കുന്ന ആങ്ങളമാർ ഉണ്ടാവുമോ? ചേച്ചിയെപ്പറ്റി തന്നോടെന്തെങ്കിലും പറയുമെന്ന് കരുതി അതുമില്ല. അവൾ സങ്കടത്തോടെ തിരിഞ്ഞു നടന്നു. കിച്ചണിൽ പോയി അമ്മയെ മാറ്റി നിർത്തി അത്താഴത്തിൻ്റെ ചുമതല ഏറ്റെടുത്തു. ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ് എല്ലാം ഒതുക്കി വെച്ച് കഴുകി തുടച്ചു. വർക്ക് ഏരിയയും താറുമാറായി കിടക്കുകയായിരുന്നു. അവൾ എല്ലാം ഒതുക്കി വെച്ച ശേഷം അവിടെയുള്ള ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒക്കെ എടുത്തുമാറ്റി. വാഷിംഗ് മെഷീൻ്റെ മുകളിലുള്ള ഡ്രസ്സ് എല്ലാം വാഷ് ചെയ്യാനിട്ടു. അതിനുശേഷം ഫ്ലോർ അടിച്ചുവാരി തുടച്ചു. പിന്നീട് മെഷീനിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് മുകളിൽ കൊണ്ടുപോയി അയയിൽ വിരിച്ചിട്ടു. താഴെ വന്നപ്പോൾ അമ്മ കാലിൽ തൈലം പുരട്ടുകയായിരുന്നു. നല്ല കാലുവേദന. അവളെ കണ്ടപ്പോൾ അമ്മ പറഞ്ഞു. അവൾ അമ്മയുടെ കാൽ തൈലമിട്ട് ഉഴിഞ്ഞുകൊടുത്തു. പത്മാവതിക്ക് നല്ല സുഖം തോന്നി. ഗീത ഇങ്ങനെയൊന്നും ചെയ്തു കൊടുക്കാറില്ല. മാത്രമല്ല, ഗീത ഫുഡ് ഉണ്ടാക്കുമ്പോഴും എളുപ്പപ്പണിയാണ് നോക്കാറുള്ളത്. കുറച്ച് സമയത്തിനു ശേഷം അവൾ സോപ്പിട്ട് കൈ കഴുകി വരുമ്പോൾ രവി ഒരു പ്ലേറ്റിൽ ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് മസാലക്കറിയും എടുക്കുന്നതാണ് കണ്ടത്. ഒരു ജഗ്ഗിൽ വെള്ളവും എടുത്തു രവി പാറുവിനെ ശ്രദ്ധിക്കാതെ തിരിഞ്ഞു നടന്നു. പാറു കുറച്ച് സമയം രവിയെ തന്നെ നോക്കി നിന്നു. പിന്നെ അമ്മയെ വിളിച്ചു. 2 പേരും കൂടിയാണ് ഫുഡ് കഴിച്ചത്. പാത്രങ്ങളൊക്കെ കഴുകി വച്ച് ഡോറും അടച്ച് ലൈറ്റും ഓഫാക്കി അവൾ അവൾക്കുള്ള റൂമിലേക്ക് പോയി. ഷെൽഫിൽ നിന്ന് ഒരു ചുരിദാർ എടുത്തു ബാത്റൂമിലേക്ക് കയറി. കുളിച്ച് ഡ്രസ്സ് മാറ്റി അവൾ താഴെ വന്നപ്പോൾ അമ്മ കിടന്നിരുന്നു.
അവൾ എന്തു ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം അവിടെ തന്നെ നിന്നു. ഇന്ന് തൻ്റെ വിവാഹരാത്രിയാണ്, ആദ്യ രാത്രി. പക്ഷേ അവൾ തൻ്റെ റൂമിലേക്ക് നടന്നു. റൂമിൽ കയറി ഡോർ അടയ്ക്കാൻ നേരം രവി അവിടേക്ക് വന്നു. എനിക്ക് കുറച്ച് സംസാരിക്കണം, രവി പറഞ്ഞു കൊണ്ട് ടെറസിലേക്ക് പോയി. പാറു പിന്നാലെ ചെന്നു. പാറുവിനെ കണ്ടപ്പോൾ രവി പറഞ്ഞു തുടങ്ങി, ഗീത പ്രഗ്നൻ്റ് ആണ്. ഇപ്പോൾ ഒരു പ്രത്യേക മാനസിക നിലയാണ് അവൾക്ക്. വൈകി പ്രഗ്നൻ്റ് ആയതുകൊണ്ട് പൂർണ്ണ ബെഡ് റെസ്റ്റ് ആണ് ഡോക്ടർ പറഞ്ഞത്. അവളുടെ മനസ്സ് ഒരിക്കലും വേദനിപ്പിക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ ബാധിക്കും. എന്നെ അവൾക്ക് ജീവനാ. ഞാൻ എപ്പോഴും അടുത്ത് വേണമെന്നാണ് അവൾ പറയുന്നത്. ഞാൻ ആരോടും മിണ്ടുന്നത് അവൾക്കിഷ്ടമല്ല. പിന്നെ പെട്ടെന്ന് ഉള്ള കല്യാണമായതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം വേണം കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ. നീ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യണം. പാറു സമ്മതത്തിൽ തലകുലുക്കി തിരിഞ്ഞു നടന്നു. ഗീത അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. രവി വേഗം അവളുടെ അടുത്തേക്ക് ചെന്നു. നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? ഡോക്ടർ റെസ്റ്റ് പറഞ്ഞതല്ലേ? അത് രവിയേട്ടനെ കാണാത്തത് കൊണ്ട്. രവി അവളെ മെല്ലെ ബെഡിൽ കൊണ്ട് കിടത്തി. പാറു റൂമിലേക്ക് കയറി ബെഡിലേക്ക് കിടന്നു. അവൾക്ക് അച്ഛനെ കാണണമെന്ന് തോന്നി. അച്ഛൻ ഫുഡ് കഴിച്ചിട്ടുണ്ടാവുമോ? ഒന്ന് വിളിച്ചാലോ? അപ്പോഴാണ് അവൾ ഓർത്തത്, രാവിലെ ഫോൺ എടുക്കാൻ മറന്നിരുന്നു. വീട്ടിൽ ആണെങ്കിലും ആരെങ്കിലും വിളിക്കാൻ നേരം മാത്രമാണ് ഫോൺ എടുക്കാറുള്ളത്. അല്ലാതെ ഒന്നിനും സമയമില്ലല്ലോ. അച്ഛൻ്റെ നമ്പർ കാണാതെ അറിയാം. നാളെ രാവിലെ അമ്മയുടെ ഫോണിൽ നിന്ന് വിളിക്കാം, അവൾ സമാധാനിച്ചു. വളരെ വൈകിയാണ് അവൾ ഉറങ്ങിയത്. പിറ്റേന്ന് രാവിലെ 5 മണിക്ക് തന്നെ എഴുന്നേറ്റു. കുളിച്ചു, ഡ്രസ് മാറ്റി പാറു റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി. നീളമുള്ള ഇടതൂർന്ന മുടി ഒരു വെള്ള ടവൽ കൊണ്ട് കെട്ടിയിരുന്നു. നെറുകയിൽ ചെറുതായി സിന്ദൂരം തൊട്ടു. എന്നല്ലാതെ വേറെ ചമയങ്ങൾ ഒന്നുമില്ല. അവൾ കിച്ചണിലെത്തി. ആരും എഴുന്നേറ്റിട്ടില്ല. പെട്ടെന്ന് തന്നെ ചായ ഉണ്ടാക്കി ഫ്ലാസ്കിൽ ഒഴിച്ചു വച്ചു. അരിപ്പൊടി ചൂടുവെള്ളത്തിൽ വാട്ടിക്കുഴച്ചു ഇടിയപ്പമുണ്ടാക്കി. ഉള്ളിയും കിഴങ്ങും കൊണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു ഒരു സ്റ്റൂവും ഉണ്ടാക്കി. അതിനുശേഷം മുറ്റമടിച്ചു. കയ്യും കാലും കഴുകി അവൾ അകത്തു കയറി. അമ്മ ഉണ്ടായിരുന്നു കിച്ചണിൽ. അവൾ അമ്മയ്ക്ക് ചായ കൊടുത്തു. മോള് ഒറ്റയ്ക്ക് എല്ലാം ഉണ്ടാക്കി അല്ലേ? അത് സാരമില്ല അമ്മേ. ഇനി എന്തെങ്കിലും പണിയുണ്ടോ? അവൾ ചോദിച്ചു. രവിക്ക് ഓഫീസിൽ പോകണം. അവന് ചോറ് കൊണ്ടുപോകണം. ഓഫീസിലെ ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കില്ല അവൻ. അത് കേട്ടതും പാറു വേഗം ഫുഡിൻ്റെ പണി തുടങ്ങി. ചോറ് കുക്കറിൽ വെച്ചു. തക്കാളിയും വെണ്ടക്കയും കൊണ്ട് ഒരു കറിയും ഉള്ളിത്തോരനും ഉണ്ടാക്കി. രവിയേട്ടൻ്റെ ഇഷ്ടങ്ങളൊന്നും തനിക്ക് അറിയില്ല. അമ്മയോട് ചോദിക്കണം. ഇനി ഉണ്ടാക്കാൻ സമയവുമില്ല. 8:15 രവി ഇറങ്ങും. പാറു വേഗം പണി തീർത്ത് എല്ലാം ടിഫിൻ ബോക്സിൽ ആക്കി ടേബിളിൽ കൊണ്ടുവച്ചു. രവിക്ക് ചായ അമ്മയാണ് കൊടുത്തത്. അവൻ അത് റൂമിൽ കൊണ്ടുപോയി. ഗീതയും രവിയും ഒന്നിച്ചാണ് കഴിച്ചത്. അതുകഴിഞ്ഞ് രവി താഴേക്ക് വന്നു. ടിഫിൻ ബോക്സ് എടുത്തു. ബാഗിൽ വെച്ച് കീയും എടുത്തു കാറിൽ ചെന്ന് കയറി. പാറുവിനോട് ഒരു വാക്കുപോലും മിണ്ടിയില്ല. അവൾ ഉള്ള ഭാഗത്തേക്ക് നോക്കിയത് പോലുമില്ല. അപ്പോഴാണ് ഗീത വിളിച്ചത്. അവൾ ബാൽക്കണിയിലായിരുന്നു. ഏട്ടാ, വേഗം വരണേ. രവി സമ്മതിച്ചു. കാറെടുത്തു രവി ഇറങ്ങി. 10 മണിയായപ്പോൾ ചന്ദ്രൻ വന്നു. തൻ്റെ ബ്രോക്കർ ഫീസ് വാങ്ങാനുള്ള വരവാണ്. ഗീത കിടക്കുകയായിരുന്നു. കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് തന്നെ രവി ഓഫീസിൽ പോകില്ലെന്ന് കരുതിയാണ് ചന്ദ്രൻ വന്നത്. സാരമില്ല, ഞാൻ ഞായറാഴ്ച വരാം. അയാൾ തിരിഞ്ഞു നടന്നു. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അയാൾ പാറുവിനെ നോക്കി.